ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. ഈ വർഷത്തെ മർത്തമറിയം വനിതാ സമാജം കേന്ദ്ര പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന വീണ്ടെടുക്കുന്ന ക്രിസ്തു, രൂത്ത്, എസ്റ്റേർ പുസ്തകങ്ങളിലൂടെ ദ റിഡീമിംഗ് ക്രൈസ്റ്റ് ത്രൂ ദ ബുക്സ് ഓഫ് റൂത്ത് ആൻഡ് എസ്റ്റേർ, ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് റൂത്ത് എന്ന പുസ്തകത്തിന്റെ ഒരു ആമുഖം, ആൻ ഇൻട്രൊഡക്ഷൻ ടു റൂത്ത് എന്നുള്ളതായിരുന്നു. ഇന്ന് പ്രത്യേകമായിട്ട് അതിന്റെ രണ്ടാമത്തെ ഭാഗം, ആൻ ഇൻട്രൊഡക്ഷൻ ടു എസ്റ്റേർ, എസ്റ്റേറിന്റെ പുസ്തകത്തിന് ഒരു ആമുഖമാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ഒരു സ്ത്രീയുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ പുസ്തകമാണ് ഏത്? എസ്തേറിന്റെ പുസ്തകം. പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് നോക്കിയാൽ, എബ്രായ വേദപുസ്തകത്തിലും ക്രൈസ്തവരുടെ പഴയ നിയമത്തിലും കാണുന്ന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് എസ്തേറിന്റെ പുസ്തകം. ദ ബുക്ക് ഓഫ് എസ്തേർ ഇസ് ദ വൺ ദാറ്റ് യു ഫൈൻഡ് ബോത്ത് ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ഓഫ് ക്രിസ്ത്യൻസ് ആൻഡ് ദ ഹീബ്രൂ സ്ക്രിപ്ചേഴ്സ്. ഒറ്റ വാചകത്തിൽ ഈ പുസ്തകത്തെ പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ, The book of Esther is a powerful and dramatic story of divine providence, courage and deliverance set in the heart of Persian Empire. എവിടെയാണ്? ഒന്ന് ശ്രദ്ധിക്കണം. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഹൃദയഭാഗത്തിൽ നടക്കുന്ന യഹൂദർക്കുണ്ടായ വലിയ ഒരു ഭീഷണിയും ഭയാന്തരീക്ഷവും ദൈവിക ബലത്തിന്മേൽ അവർക്കുണ്ടായിരുന്ന ധൈര്യവും അതുമൂലം അവർക്ക് ലഭിച്ചതായിട്ടുള്ള വലിയ വിടുതലും, ഇതിന്റെ ഒക്കെ മുകളിൽ എല്ലാ കാലത്തും അവരെ കാത്ത് പരിപാലിച്ചിരുന്ന ദൈവിക സംരക്ഷണവും, ഇതെല്ലാം ചേർത്തൊരുക്കിയ കുറെ നാടകീയ സംഭവങ്ങൾ ചേർത്തൊരുക്കിയിരിക്കുന്ന ഒരു പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം എന്ന് പറയുന്നത്. ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രൂത്തിനെ പറ്റി പഠിച്ചതുപോലെ തന്നെ ഈ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് എസ്തേറിനൊരു ഇൻട്രൊഡക്ഷൻ പഠിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏതൊക്കെയാണ് 5 ചോദ്യങ്ങൾ? ഹു ഇസ് എസ്തേർ? When was Esther written? What is the content of the book? What are the specialities of the book? And what is the basic ideology? ആരാണ് എസ്തേർ? എസ്തേർ എന്ന പുസ്തകം എഴുതപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്താണ്? പുസ്തകത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്താണ് കാതലായ തത്വം? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട്, ഹൂ ഇസ് എസ്തേർ? ആരാണ് എസ്തേർ എന്ന് ചോദിക്കുകയാണെങ്കിൽ, യഹൂദർക്കെതിരെ പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിൽ നടന്ന ഒരു ഉപജാപത്തിന്റെയും, അതായത് ഗൂഢാലോചനയുടെയും അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുവാനിരുന്ന വംശഹത്യയുടെയും അപകടത്തിൽ നിന്ന് സ്വന്തം വംശത്തിൽപ്പെട്ട യഹൂദരെ രക്ഷപ്പെടുത്തിയ പേർഷ്യൻ രാജ്ഞിയാണ് എസ്തേർ. ആരാണ് എസ്തേർ? എ പേർഷ്യൻ ക്വീൻ ഓഫ് ജൂയിഷ് ഡിസെന്റ് who with her timely intervention diverted a conspiracy that would have resulted in the genocide of her own people. യഹൂദർക്കെതിരെ ആരുടെ കൊട്ടാരത്തിലാണ്? പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിൽ നടന്ന ഒരു ഗൂഢാലോചനയുടെയും അതിന്റെ ഫലമായിട്ട് ഉണ്ടാകുവാനിരുന്ന ഒരു വംശഹത്യ, കൂട്ട മരണത്തിന്റെയും അപകടത്തിൽ നിന്ന് സ്വന്തം വംശത്തിൽപ്പെട്ട യഹൂദരെ രക്ഷപ്പെടുത്തിയ പേർഷ്യൻ രാജ്ഞിയാണ് ആര്? എസ്തേർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം പഠിച്ച് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ഒറ്റ സെന്റൻസിലുള്ള ഒരു ആൻസർ ആണ് ആരാണ് എസ്തേർ എന്നുള്ളതിന്. രണ്ടാമതായിട്ട്, വെൻ വാസ് എസ്തേർ റിട്ടൺ? ഏത് കാലഘട്ടത്തിലാണ് എസ്തേർ എന്ന പുസ്തകം എഴുതപ്പെട്ടത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇസ്രായേലിന്റെ ഒരു ചരിത്രം പറഞ്ഞിരുന്നു അല്ലെ? ഈ ഒരു ഇമേജ് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചരിത്രത്തിൽ രൂത്തിന്റെ പുസ്തകം ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത്? 1300 BC 1300 എന്നാണ് പറഞ്ഞത്. ഏത് കാലഘട്ടം? ഈ ഇസ്രായേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന കാലഘട്ടത്തിലെ 11 വർഷത്തെ സംഭവങ്ങളാണ് രൂത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനിയും അവിടുന്നൊക്കെ മുന്നോട്ട് വന്ന് ഈ
രാജ്യം ഇങ്ങനെ രണ്ടായിട്ട് വിഭാഗിച്ചതിന് ശേഷം എന്തുപറ്റി? ഈ സതേൺ കിങ്ഡം ഓഫ് ജൂത, ഈ തെക്ക് ഭാഗത്തെ ദേശമായിട്ടുണ്ടായിരുന്ന യഹൂദ, അവരെ ആര് വന്ന് ക്യാപ്ചർ ചെയ്തു? ബാബിലോൺ വന്ന് ക്യാപ്ചർ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ബാബിലോണിയൻ പ്രവാസ കാലഘട്ടത്തിനൊക്കെ ശേഷം ഈ വർഷങ്ങളോളം അടിമത്തത്തിൽ കിടക്കുന്ന യഹൂദരെ കണ്ട്, ദൈവജനത്തെ കണ്ടിട്ട് ദൈവത്തിന് ദയ തോന്നി അവിടെ വലിയൊരു സംഭവം നടക്കുകയാണ്. എന്താണ്? ഇന്നലെ പറഞ്ഞിരുന്നു, ബാബിലോണിനെക്കാട്ടിലും ശക്തരായിട്ട് പേർഷ്യൻ സാമ്രാജ്യം ഉയർന്നു വന്ന് ഈ പേർഷ്യൻസ് വന്നിട്ട് ഈ ബാബിലോണിയൻസിനെ അങ്ങ് ക്യാപ്ചർ ചെയ്യുന്നു, ഇവിടെ ഒക്കെ കീഴടക്കി. അങ്ങനെ ഇതൊരു വലിയ പേർഷ്യൻ സാമ്രാജ്യമായി മാറുകയാണ്. ആ സമയത്താണ് ഇവർക്കൊക്കെ യഹൂദർക്ക് തിരിച്ചവരുടെ ആരാധനാ സ്വാതന്ത്ര്യവും തിരിച്ചവരുടെ ദേവാലയം ഒക്കെ തിരിച്ച് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനും, യെരുശലേം ദേവാലയം റീഎസ്റ്റാബ്ലിഷ് ചെയ്യാനും അവരുടെ സ്ക്രിപ്റ്റേഴ്സ് പഠിക്കുവാനും ഒക്കെ തിരിച്ചവർക്കൊരു ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഈ പേർഷ്യൻസ് വന്ന് അവരുടെ ഭരണമൊക്കെ ഏറ്റെടുത്ത കാലഘട്ടത്തിലാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഏത് കാലഘട്ടത്തിലാണ് എസ്തേറിന്റെ പുസ്തകം എഴുതപ്പെട്ടത് എന്നുള്ളത്. അങ്ങനെ പേർഷ്യൻസ് വന്നിട്ട് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വന്നപ്പോഴാണ് യഹൂദർക്ക് തിരിച്ചവരുടെ ആരാധനാ സ്വാതന്ത്ര്യവും അവരുടെ സ്ക്രിപ്റ്റേഴ്സ് പഠിക്കുവാനും വായിക്കുവാനും ദേവാലയം തിരിച്ചു പണിയുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം യഹൂദർക്ക് ലഭിച്ചത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഏത് പുസ്തകം? എസ്തേറിന്റെ പുസ്തകം എഴുതപ്പെട്ടത്. നമുക്ക് തിരിച്ചു വരാം. വെൻ വാസ് എസ്തേർ റിട്ടൺ? അറൌണ്ട് 480 BC ആഫ്റ്റർ ദ ഫോൾ ഓഫ് ബാബിലോൺ. ബാബിലോണിന്റെ വലിയ നാശനഷ്ടത്തിന്റെ ശേഷം, അതായത് പെർഷ്യൻസ് വന്ന് ക്യാപ്ചർ ചെയ്ത കാലഘട്ടത്തിന് ശേഷമാണ് എസ്തേറിന്റെ പുസ്തകം എഴുതിയിരിക്കുന്നത്. അഹശ്വേരോഷ് രാജാവിന്റെ ഭരണകാലഘട്ടത്തിലാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ ഉള്ളടക്കമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്ന് ആ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? അപ്പം ഹിസ്റ്റോറിക്കലി നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, പേർഷ്യൻ കിങ്സിന്റെ ലിസ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അഹശ്വേരോഷ് രാജാവാണ് കിങ് സെർക്സസ് 1. സെർക്സസ് ഒന്നാമൻ എന്ന് പറയുന്ന രാജാവാണ് ഈ അഹശ്വേരോഷ് രാജാവ് എന്ന് നമ്മൾ ഒന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, എസ്തേറിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏകദേശം 483-482 BC കാലഘട്ടങ്ങളിൽ തുടങ്ങി ഇത് 471 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ എസ്തേറിന്റെ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇഫ് വി അസ്യൂം ദാറ്റ് Ahasuerus is historically the same as King Xerxes I, we can conclude that the events mentioned in the book of Esther took place during BC 483-482 and ended around BC 473. ഇത് BC ബിഫോർ ക്രൈസ്റ്റ് കാലഘട്ടം ആയതുകൊണ്ടാണ് ഈ 483-482 അവിടുന്ന് 473 വരെ എന്നുള്ളത്. അതിലാരും കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, അപ്പം ഈ കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്ന് ഉറപ്പിക്കുന്ന മറ്റു ചില പുസ്തകങ്ങളെ പറ്റി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കും. ഒന്ന്, ദ റൈറ്റിംഗ്സ് ഓഫ് ജോസെഫസ്. ജോസെഫസ് എന്ന് പറയുന്നത് ഹീസ് എ ജൂയിഷ് ഹിസ്റ്റോറിയൻ, ഒരു യഹൂദ ചരിത്രകാരനാണ് ജോസെഫസ്. അദ്ദേഹത്തിന്റെ ലിഖിതങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് ഊന്നി പറയുന്നു എസ്തേറിന്റെ പുസ്തകം ഈ കാലഘട്ടത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ എസ്തേർ റബ്ബ എന്നൊരു വാക്ക് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, it is a collection of Jewish interpretations, legends and teachings about the book of Esther. എസ്തേർ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളമുള്ള യഹൂദ വ്യാഖ്യാനങ്ങളും അങ്ങനെയുള്ള കളക്ഷൻസ് എല്ലാം ഒരുമിച്ച് ചേർത്തിരിക്കുന്ന ഒരു പുസ്തകമാണ് എസ്തേർ റബ്ബ എന്ന് പറയുന്നത്. ഇത് നോക്കുമ്പോഴും എന്തുറപ്പിച്ചു പറയുന്നു? ഈ എസ്തേറിന്റെ പുസ്തകം ഈ കാലഘട്ടത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഉറപ്പിച്ചു പറയുന്നു. അതുപോലെ തന്നെ ലെറ്റേഴ്സ് ഫ്രം ദ ചർച്ച് ഫാദർ ബാർ ഹെബ്രേയിസ്, സുറിയാനി സഭാപിതാവായ ബാർ എബ്രായയുടെ എഴുത്തുകളും പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം സാക്ഷിക്കുന്നത് എന്താണ്? എസ്തേറിന്റെ പുസ്തകം ഈ കാലഘട്ടത്തിൽ, ഏത് കാലഘട്ടത്തിൽ? BC 483-482 മുതൽ 473 വരെയുള്ള കാലഘട്ടത്തിൽ തന്നെയാണ് ഈ എസ്തേറിന്റെ പുസ്തകം എഴുതപ്പെട്ടത് എന്നാണ് ഇത് ഉറപ്പിച്ചു പറയുന്നത്.
അതോടൊപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഈ ഒരു ഭാഗത്ത് തിരുമേനി മറ്റ് 2-3 പുസ്തകങ്ങളെ പറ്റി നമുക്ക് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതെന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കാണുന്ന എസ്തേർ എന്ന് പറയുന്ന പുസ്തകം ഏത് കാലഘട്ടം തൊട്ട് പ്രചാരത്തിലായി എന്നുള്ളത് മനസ്സിലാക്കിപ്പിക്കുവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഒന്നാമതായിട്ട് അവിടെ പറയുന്ന പുസ്തകം മെഗില്ലത്ത് എസ്തേർ എന്നുള്ളതാണ്. അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹിസ്റ്ററി പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, പേർഷ്യൻസ് വന്ന് ബാബിലോൺ കോൺകർ ചെയ്തതിന് ശേഷമാണ് യഹൂദന്മാർക്ക് അവരുടെ വിശ്വാസവും അവരുടെ ദേവാലയവും ആരാധനയും ഒക്കെ തിരിച്ചു പിടിക്കാൻ ഏകദേശം ഒക്കെ സാധിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെ ഈ പേർഷ്യൻ ഭരണം തുടങ്ങി ആദ്യ കാലഘട്ടങ്ങളിൽ, 1-ാം സാമ്രാജ്യത്തിന്റെ ഒക്കെ കാലഘട്ടത്തിൽ യഹൂദ മഹാസഭയിലെ സന്യാസിമാർ, ദി ഓൾഡ് പ്രീസ്റ്റ് ആൻഡ് സ്ക്രൈബ്സ് അല്ലെങ്കിൽ ദ ഹീബ്രു മോങ്സ്, ദി ഗ്രാജുവലി കളക്റ്റഡ് ആൻഡ് അറേഞ്ച്ഡ് ദ ഹീബ്രു സ്ക്രിപ്റ്റേഴ്സ്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ഹീബ്രു സ്ക്രിപ്റ്റേഴ്സ് എല്ലാം അവർ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു, ആ സമയത്തെ മഹാസന്യാസിമാർ, യഹൂദ സഭയിലെ മഹാസന്യാസിമാരൊക്കെ അവർ പതുക്കെ പതുക്കെ കളക്ട് ചെയ്യുകയും അറേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ ഹീബ്രു ബൈബിൾ, എബ്രായ ബൈബിൾ അല്ലെങ്കിൽ തനാഖ് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. അത് തോറായും അല്ലെങ്കിൽ നെവ്വിം, കെത്തുവീം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഏതായാലും 24 പുസ്തകങ്ങൾ അടങ്ങുന്ന എബ്രായ ബൈബിൾ ആ സമയത്ത് അവരിങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഈ പേർഷ്യൻസിന്റെ സമയത്തുണ്ടായിരുന്ന ഒരു പേർഷ്യൻ രാജ്ഞിയാണ് എസ്തേർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരുപക്ഷെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതൊക്കെ കളക്ട് ചെയ്ത് നടക്കുന്ന സമയത്ത് നടന്ന ഒരു സംഭവം ആയതുകൊണ്ടായിരിക്കാം ഏറ്റവും അവസാന പുസ്തകമായിട്ട് മെഗില്ലത്ത് എസ്തേർ, അതായത് അതിന്റെ ഭാഷ ദ സ്ക്രോൾ ഓഫ് എസ്തേർ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ ഒരു പുസ്തകവും അതിന്റെ ഭാഗമായിട്ട് എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് മെഗില്ലത്ത് എസ്തേർ. ഇനി രണ്ടാമത് അവിടെ പറയുന്ന ഒരു പുസ്തകമാണ് ദ ടൽമുഡ്. ടാൽമൂഡ് എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദപുസ്തകം അല്ലെങ്കിൽ അവരുടെ എബ്രായ ബൈബിളിന് ശേഷം ഇറ്റ് ഈസ് വൺ ഓഫ് ദി സെൻട്രൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്സ് ഓഫ് ജൂദായിസം ആഫ്റ്റർ ദ ഹീബ്രു ബൈബിൾ. ആ ഹീബ്രു ബൈബിളിന് ശേഷം അവർക്ക് ഏറ്റവും പ്രസക്തമായ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് താൽമൂഡ് എന്ന് പറയുന്നത്. ഈ പുസ്തകം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എസ്തേറിന്റെ പുസ്തകം എന്ന് പറയുന്നത് മൊർദെഖായി എഴുതിയ, മൊർദെഖായിയെ പറ്റി നിങ്ങൾക്കൊക്കെ അറിയാം എന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പിന്നീട് പഠിക്കുന്നതാണ്. മൊർദെഖായി എഴുതിയ ഒരു ഒറിജിനൽ സ്ക്രിപ്റ്റ്, മൂലഗ്രന്ഥത്തിന്റെ ഒരു സംഗ്രഹമാണ് നമുക്ക് ഈ എസ്തേർ എന്ന പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. അപ്പം താൽമൂദ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെൻട്രൽ ടെക്സ്റ്റ് ഓഫ് റബ്ബിനിക് ജൂഡായിസം, യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എസ്തേറിന്റെ പുസ്തകം എന്ന് പറയുന്നത് മൊർദെഖായി എഴുതിയ ഒരു മൂല ഗ്രന്ഥത്തിന്റെ സംഗ്രഹമാണ്. ഇറ്റ് ഈസ് എ സമ്മറി വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ദി ഒറിജിനൽ റൈറ്റിംഗ് ഓഫ് മൊർദെഖായി വിച്ച് കുഡ് ബി റിട്ടൺ ഡ്യൂറിംഗ് ദ 4th century BC. അപ്പം എഗെയിൻ ഈ പുസ്തകം ഏത് കാലഘട്ടത്തിലാണ് എഴുതിയത് എന്നുള്ളത് ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്നത്. പിന്നെ അവിടെ ഒരു പ്രസക്തമായ പുസ്തകം പറഞ്ഞിരിക്കുന്നത് സെപ്റ്റ്വജിന്റിനെ പറ്റിയാണ്. അതെന്താണ് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ഗ്രീക്ക് ബൈബിൾ ആണ് സെപ്റ്റ്വജിന്റ് എന്ന് പറയുന്നത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള എസ്തേറിന്റെ പുസ്തകം ഒന്ന് നോക്കിയാൽ അത് ജസ്റ്റ് ഈ നമ്മുടെ ബൈബിളിന്റെ ഒരു ഗ്രീക്ക് ട്രാൻസ്ലേഷൻ അല്ല, മറിച്ച് ട്രഡീഷണൽ ഹീബ്രു ടെക്സ്റ്റ്, അതായത് ഏറ്റവും നമ്മൾ ബേസ് കോണ്ടന്റ് ആയിട്ട് വിചാരിക്കുന്ന ട്രഡീഷണൽ ഹീബ്രു ടെക്സ്റ്റിനെക്കാട്ടിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാരമ്പര്യങ്ങളും ഒക്കെ ട്രഡീഷൻസ് ഒക്കെ സെപ്റ്റ്വജിന്റിന്റെ ഈ എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും പറഞ്ഞു വന്നത് BC 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടിയാണ് ഈ പുസ്തകം പ്രചാരത്തിലായത് എന്ന് കണക്കാക്കപ്പെടുന്നു. ദിസ് ബുക്ക് became popular in its present form towards the end of the 1st century BC. അപ്പം 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി ആരാണ് എസ്തേർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. 2, ഏത് കാലഘട്ടത്തിലാണ് എസ്തേർ എഴുതിയിരിക്കുന്നത്? ഏത് കാലഘട്ടത്തിലാണ് എസ്തേർ എഴുതിയിരിക്കുന്നത്? BC 483, 482 മുതൽ 473 വരെയുള്ള കാലഘട്ടം, അഹശ്വേരോഷ് രാജാവിന്റെ ഭരണകാലത്താണ് നമ്മൾ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. അതിനോടൊപ്പം മെഗില്ലത്ത് എസ്തേർ എന്ന് പറയുന്നത് എന്ത്, താൽമൂദ് എന്ന് പറയുന്നത് എന്ത്, സെപ്റ്റ്വജിന്റ് ബൈബിളിന്റെ ഒക്കെ പ്രസക്തി നമ്മൾ ഈ ഒരു ഭാഗത്ത് കവർ ചെയ്തു. 3-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്തത്, വാട്ട് ഇസ് ദ കണ്ടന്റ് ഓഫ് ദി ബുക്ക്? എന്താണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം? രൂത്തിന്റെ പുസ്തകത്തിലെ 4 അധ്യായങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് പോലെ ഈ ഒരു ഭാഗത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എന്നിരുന്നാലും
നമുക്ക് എന്താണ് ഈ ഒരു പുസ്തകത്തിന്റെ സംഭവങ്ങൾ എന്നുള്ളത് ഒരു കഥ പോലെ നമുക്കൊന്ന് മനസ്സിലാക്കാം. 1-2 അധ്യായങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൗ എസ്തേർ ബിക്കംസ് ക്വീൻ എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ സെറ്റിംഗ് അപ്പ് ഓഫ് ദ സ്റ്റേജ് എന്നൊക്കെ പറയാം. എങ്ങനെയാണ് ഈ എസ്തേർ രാജ്ഞി പദത്തിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് വസ്തി രാജ്ഞി രാജകൽപ്പന നിരസിച്ചതിനാൽ അവളുടെ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു. ക്വീൻ വഷ്ടി റെഫ്യൂസസ് ദി കിങ്സ് കമാൻഡ് ആൻഡ് വാസ് റിമൂവ്ഡ് ഫ്രം ഹർ പൊസിഷൻ. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? പുതിയ രാജ്ഞിക്ക് വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി. Esther, a beautiful young Jewish woman raised by her cousin Mordecai, was chosen and became queen. അങ്ങനെ എസ്തേർ എന്ന വളരെ അഴകാർന്ന ഒരു വനിത, മോർദെഖായി വളർത്തി കൊണ്ടുവന്നിരുന്ന ഒരു സ്ത്രീ, അവൾ അങ്ങനെ രാജാവിൻ്റെ രാജ്ഞിയായിട്ട് അവിടെ മാറുകയാണ്. ഈ ഒരു സെറ്റിംഗ് ആണ് നമുക്ക് 1-2 അധ്യായങ്ങളിൽ ഇൻട്രൊഡക്ഷനിൽ കാണാൻ സാധിക്കുന്നത്. 3-4 തൊട്ടിട്ട് 9 വരെയുള്ള അധ്യായങ്ങളിൽ അവിടെ സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോൺഫ്ലിക്ട്സ് ടു റെസല്യൂഷൻ എന്ന് പറയാം. ആദ്യ ഭാഗത്ത് കിങ് രാജാവ് അവിടുത്തെ ഒരു നേതാവിനെ, അല്ലെങ്കിൽ ഹാമാൻ എന്ന് പറയുന്ന ഒരു ഒഫീഷ്യലിനെ പ്രൊമോട്ട് ചെയ്ത് വലിയൊരു സ്ഥാനത്തിലേക്ക് എത്തിക്കുകയാണ്. എന്നാൽ ബാക്കിയുള്ളവരെല്ലാം അദ്ദേഹത്തിന്റെ മുൻപിൽ ബോ ഡൗൺ ചെയ്ത് കുമ്പിട്ട് നിൽക്കുന്നെങ്കിലും ഇവിടെ മോർദെഖായി മാത്രം അദ്ദേഹത്തിനെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ല. അപ്പം ഇത് ഹാമാൻ വലിയ ഒരു ദേഷ്യം ഉണ്ടാക്കി ആ സാമ്രാജ്യത്തിലുള്ള യഹൂദന്മാരെ എല്ലാം കൊല്ലുവാൻ തക്കവണ്ണം രാജാവിനെ ട്രിക്ക് ചെയ്ത് ഒരു പ്ലാൻ അദ്ദേഹം അവിടെ ഉണ്ടാക്കുകയാണ്. ഇവിടെയാണ് എസ്തേർ വളരെ ധൈര്യത്തോടെ മുന്നോട്ട് ചെന്ന് ഹാമാനും രാജാവിനും വേണ്ടി 2 വിരുന്നുകൾ കഴിക്കുകയും അങ്ങനെ 2ാമത്തെ വിരുന്നിൽ വെച്ച് താൻ ഒരു യഹൂദ സ്ത്രീയാണെന്ന് രാജാവിനെ വെളിപ്പെടുത്തുകയും അതുപോലെ ഹാമാന്റെ ദുഷ്ട ഉദ്ദേശവും രാജാവിനെ വെളിപ്പെടുത്തി കൊടുത്തു. എന്തുപറ്റി? ഹാമാനെ തൂക്കിക്കൊല്ലുവാൻ, അതായത് മോർദെഖായിക്ക് വേണ്ടി ഹാമാൻ കൽപ്പിച്ചു വെച്ച തൂക്കുകയർ അത് ഹാമാന് തന്നെ ലഭിക്കുകയും അങ്ങനെ യഹൂദർക്ക് വലിയ രക്ഷയുണ്ടായി. ഇത്രയുമാണ് ഈ 3 തൊട്ട് അല്ലെങ്കിൽ ഒരു 2ന്റെ പകുതി തൊട്ട് 9 വരെയുള്ള അധ്യായങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും അവസാന ഭാഗം ഒരു കൺക്ലൂഷൻ ആണ്. ഇറ്റ് ഈസ് ദ വിക്ടറി ആൻഡ് ഫീസ്റ്റ് ഓഫ് പുരീം. അതായത് പുരീം എന്ന ഉത്സവം, ഈ യഹൂദർക്ക് വലിയ രക്ഷ ഉണ്ടായതായിട്ടുള്ള ഈ ഒരു ഉത്സവം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ടും മോർദെഖായിയുടെ മഹത്വവും ഒക്കെ അറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. ഇത്രയുമാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം അല്ലെങ്കിൽ കണ്ടന്റ് ഓഫ് ദി ബുക്ക് എന്ന് പറയുന്നത്. 4ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. എന്താണ് വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് എസ്തേർ? എന്താണ് എസ്തേറിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകതകൾ? 1, യഹൂദന്മാരുടെ പുരീം എന്ന ഉത്സവത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് എസ്തേറിന്റെ പുസ്തകമാണ്. ദ ബുക്ക് ഓഫ് എസ്തേർ ഇസ് ദ ഫോക്കസ് ഓഫ് ദ ഫെസ്റ്റിവൽ ഓഫ് പുരീം ഒബ്സർവ്ഡ് ബൈ ദ ജൂയിഷ്. പുരീം എന്ന ആഘോഷത്തിന്റെ പിന്നിലുള്ള കഥ തന്നെ എസ്തേറിന്റെ പുസ്തകത്തിലാണ്, അല്ലെങ്കിൽ എസ്തേറിന്റെ കഥ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുരീം തിരുനാളിലെ സന്ധ്യയ്ക്കും അടുത്ത പ്രഭാതത്തിലും ഈ പുസ്തകം ഉറക്കെ മുഴുവൻ വായിക്കുന്ന ഒരു ട്രഡീഷൻ, ഒരു കസ്റ്റം യഹൂദർക്കുണ്ട്. അതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ കയ്യെഴുത്ത് ചുരുൾ, നമ്മൾ പറഞ്ഞു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്ക്രോൾ ആയിരിക്കും, അതിൽ നിന്ന് 2 തവണ ഉച്ചത്തിൽ അവരുടെ സിനഗോഗിൽ വായിക്കാറുണ്ട്. ദി എക്സെർപ്റ്റ്സ് ഫ്രം ദ മാനുസ്ക്രിപ്റ്റ്സ് ഓർ സ്ക്രോൾസ് ഓഫ് എസ്തേർ ആർ റെഡ് അലൗഡ് twice in the synagogue. അപ്പം ഇതാണ് 1ാമത്. എന്താണ്? പുരീം എന്ന ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് എസ്തേറിന്റെ പുസ്തകമാണ്. അതെപ്രകാരം അവർ ആചരിക്കുമ്പോൾ ആ പുസ്തകത്തിന് എത്രമാത്രം പ്രസക്തി അവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ ട്രഡീഷൻസ് പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലായി. 2ാമത്, വി ക്യാൻ സീ ദി സാൽവേഷൻ ഓഫ് എൻ എൻറ്റയർ കമ്മ്യൂണിറ്റി. ഒരു ജനതയുടെ മുഴുവൻ വീണ്ടെടുപ്പും രക്ഷയും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. രൂത്തിന്റെ പുസ്തകത്തിൽ ഒരു കുടുംബത്തിന്റെ വീണ്ടെടുപ്പായിരുന്നു നമ്മൾ കണ്ടിരുന്നതെങ്കിൽ എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു ജനതയുടെ മുഴുവൻ വീണ്ടെടുപ്പും രക്ഷയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, വി കനോട്ട് ഫൈൻഡ് എനി മെൻഷൻ ഓഫ് ഗോഡ് ഇൻ ദ ബുക്ക് ഓഫ് എസ്തേർ. എബ്രായ ബൈബിളിലോ അല്ലെങ്കിൽ ഈ ഒരു പുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് ഒരു പരാമർശവും ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇറ്റ് റിഫ്ലെക്ട്സ് ഓൺ ദ ഡിവൈൻ പ്രൊവിഡൻസ് ഓഫ് ഗോഡ് ഇൻ ടേക്കിംഗ് കെയർ ഓഫ് ഹിസ് പീപ്പിൾ ഇൻ അഡ്വേഴ്സിറ്റി. പ്രതികൂല സാഹചര്യങ്ങളിൽ തന്റെ ജനത്തെ പരിപാലിക്കുന്നതിൽ ദൈവത്തിന്റെ ദിവ്യ പരിപാലനത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. നമ്മൾ പുസ്തകത്തിന്റെ അകത്തേക്ക് നോക്കുമ്പോൾ വലിയ പ്രയാസങ്ങളിൽ ദൈവം തന്റെ ജനത്തെ എത്രമാത്രം കാത്ത് പരിപാലിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അതുപോലെ തന്നെ മറ്റ് പുസ്തകങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ ആത്മീയ ഉപദേശങ്ങളൊന്നും തന്നെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇതിൽ ഉടനീളം ചില സന്മാർഗിക തത്വങ്ങൾ, നല്ല നടപ്പിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് എത്തിക്കൽ ആൻഡ് മോറൽ പ്രിൻസിപ്പിൾസ്. ഇത്രയൊക്കെയാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകൾ. ഒന്ന്, പുരീം എന്ന ഉത്സവത്തിന്റെ കേന്ദ്രബിന്ദു. രണ്ട്, ജനതയുടെ മുഴുവൻ വീണ്ടെടുപ്പ് കാണാൻ സാധിക്കുന്നു. ദൈവത്തെ പറ്റി ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല, എന്നാൽ ഇത് ദൈവത്തിന്റെ ദിവ്യ പരിപാലനത്തെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, പ്രതിഫലിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളമായിട്ട് ധാർമ്മികവും സന്മാർഗികവുമായിട്ടുള്ള തത്വങ്ങളും ചിന്തകളും ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒക്കെയാണല്ലോ. ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഇസ് ദ ബേസിക് തിയോളജി ഓഫ് ദ ബുക്ക്? ബേസിക് ഐഡിയോളജി ഓഫ് ദ ബുക്ക്, ബേസിക് ഐഡിയോളജി ഓഫ് ദ ബുക്ക്. എന്താണ് ഏറ്റവും പുസ്തകത്തിലെ കാതലായ തത്വം എന്നുള്ളതാണ്. ഞാൻ പ്രധാന പ്രമേയം അല്ലെങ്കിൽ മേജർ തീം എന്ന് പറയാത്തതിന്റെ കാരണം ഈ പുസ്തകത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്നുള്ളത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാന ചിന്ത എന്നുള്ളത് റിഡംഷൻ തന്നെയാണ്. ഇതിന്റെ കാതലായ തത്വം അല്ലെങ്കിൽ ഒരു പഴയ നിയമ ചിന്താഗതിയിൽ എന്താണ് ഈ പുസ്തകത്തിന്റെ കാതലായ തത്വം? ലവ് യുവർ ബ്രദർ ആൻഡ് ഹേറ്റ് യുവർ എനിമി. നിന്റെ സഹോദരനെ സ്നേഹിക്കുക, നിന്റെ ശത്രുവിനെ ദ്വേഷിക്കുക എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ, പഴയ നിയമ പുസ്തകമായ എസ്തേറിന്റെ കാതലായ തത്വം. ബേസിക് ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്? ലവ് യുവർ ബ്രദർ ആൻഡ് ഹേറ്റ് യുവർ എനിമി. പ്രത്യേകമായിട്ട് ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സമുദായത്തിന്റെ സത്താപരമായ അടിസ്ഥാനങ്ങൾ അപകടത്തിലാകുമ്പോൾ അതിലെ വ്യക്തികൾ സ്വയം ത്യജിച്ച് അതിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുങ്ങണം എന്ന് എസ്തേറിനെ പോലെ നമ്മളാകണം എന്നാണ് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നത്. Whenever the basic foundations of a community face the threat of destruction, we the individuals in the community must be prepared to sacrifice ourselves to protect and build it up എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. അപ്പോൾ 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ആരാണ് എസ്തേർ? യഹൂദർക്കെതിരെ പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിൽ നടന്ന ഒരു ഉപജാപത്തിന്റെയും അതായത് ഗൂഢാലോചനയുടെയും തൽഫലമായിട്ട് യഹൂദർക്കുണ്ടാകുവാനിരുന്ന വലിയ വംശഹത്യയുടെയും അപകടത്തിൽ നിന്ന് സ്വന്തം വംശത്തിൽപ്പെട്ട യഹൂദരെ രക്ഷപ്പെടുത്തിയ പേർഷ്യൻ രാജ്ഞിയാണ് എസ്തേർ എന്ന് പറയുന്നത്. വെൻ വാസ് എസ്തേർ റിട്ടൺ? നമ്മൾ പറഞ്ഞു പേർഷ്യൻ രാജാവായ അഹശ്വേരോഷ് രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. BC 483, 482 തുടങ്ങി 473 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അത് കൺഫേം ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ജോസെഫസ് എന്നുള്ള ജൂയിഷ് ഹിസ്റ്റോറിയൻ, അതുപോലെ തന്നെ എസ്തേർ റബ്ബ എന്ന് പറയുന്ന കളക്ഷൻ, അതുപോലെ തന്നെ ഏതാണ് മൂന്നാമതായിട്ട് ബാർ എബ്രായ എന്നുള്ള സഭാപിതാവിന്റെ റൈറ്റിംഗ്സ്. ഇതെല്ലാം ഇത് കൺഫേം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകം ഫ്രം ദി ഒറിജിൻ നമുക്ക് മനസ്സിലാക്കാൻ മെഗില്ലത്ത് എസ്തേർ എന്ന് പറയുന്ന ഹീബ്രു പുസ്തകത്തിന്റെ അവസാന പുസ്തകവും, അതുപോലെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് താൽമൂഡ് എന്ന് പറയുന്ന യഹൂദന്മാരുടെ പുസ്തകവും നോക്കിക്കഴിഞ്ഞാൽ ഇത് മൊർദെഖായിയുടെ പുസ്തകത്തിന്റെ സംഗ്രഹമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ സെപ്റ്റുജന്റ് എന്ന ഗ്രീക്ക് ബൈബിൾ വളരെ പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞു. അതിനുശേഷം വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ദി ബുക്ക്? 1ഉം 2ഉം അധ്യായങ്ങളിൽ ഒരു ഇൻട്രൊഡക്ഷൻ, അതിനുശേഷം കോൺഫ്ലിക്ട്സ് ആൻഡ് റെസൊല്യൂഷൻസ്, പ്രശ്നങ്ങളും സങ്കീർണതകളും അതിനുള്ള പരിഹാരങ്ങളുമാണ് നടുക്ക് ഭാഗത്ത് കണ്ടത്. ഏറ്റവും അവസാനം കൺക്ലൂഷൻ, പുരീം എന്ന് പറയുന്ന ആഘോഷത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത്, ഫെസ്റ്റിവലിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവസാനിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ ബുക്ക്? എന്തൊക്കെയാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പുരീം എന്ന് പറയുന്ന ആഘോഷത്തിന്റെ കേന്ദ്ര ബിന്ദു എന്നുള്ളത് പുസ്തകമാണ്. അതുപോലെ ഈ പുസ്തകത്തിന് ആ ഒരു ഫെസ്റ്റിവലിൽ ഈ പുസ്തകത്തിന് എത്രമാത്രം സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ ഒരു ജനതയുടെ വീണ്ടെടുപ്പാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നത്. ദൈവത്തെ പറ്റി പരാമർശം ഒന്നും തന്നെ കാണുന്നില്ല, എന്നാൽ ദിവ്യ പരിപാലനത്തിലേക്ക് ഇത് റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ വലിയ ആത്മീയ ഉപദേശങ്ങളില്ലെങ്കിലും സന്മാർഗികമായിട്ടുള്ള ചിന്തകളും തത്വങ്ങളും കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ മേജർ തീം അല്ല, ബേസിക് ഐഡിയോളജി, കാതലായ തത്വം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. ലവ് യുവർ ബ്രദർ ആൻഡ് ഹേറ്റ് യുവർ എനിമി. നിന്റെ സഹോദരനെ സ്നേഹിക്കുക, നിന്റെ ശത്രുവിനെ ദ്വേഷിക്കുക എന്നാണ് ഈ പുസ്തകത്തിന്റെ കാതലായ തത്വം എന്നുകൂടി പറഞ്ഞു. അപ്പം ഇത്രയൊക്കെയാണ് വളരെ ബേസിക് ആയിട്ട് എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ. നമ്മൾ കഥ മനസ്സിലാക്കി, എഴുതിയ കാലഘട്ടം മനസ്സിലാക്കി,
മനസ്സിലാക്കി. എന്താണ് ഈ പുസ്തകത്തിന്റെ ചില പ്രത്യേകതകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ആരാണ് എസ്തേർ എന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് എസ്തേറിന്റെ ഇൻട്രൊഡക്ഷൻ. ഈ രണ്ട് പുസ്തകങ്ങളും, രൂത്തിന്റെയും എസ്തേറിന്റെയും പുസ്തകങ്ങൾ നമുക്ക് ഒരുപാട് നല്ല ഇൻസൈറ്റ്സ് തരും. അത് മനസ്സിലാക്കി പഠിക്കുവാനും നമുക്ക് പറ്റുന്ന രീതിയിൽ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് മാറ്റുവാനും തക്കവണ്ണം ഈ പഠനവും ഈ ക്ലാസ്സസും ഒക്കെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. നന്ദി. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.